ഇടതുപക്ഷത്തെ വാക്ശരങ്ങൾ കൊണ്ട് തെരുവിൽ ആക്രമിക്കുന്ന ഷാഫി പറമ്പിൽ എന്നും CPM-ന് ഒരു തലവേദനയാണ്. അതുകൊണ്ട് തന്നെയാണ് CPM എല്ലായ്പ്പോഴും ഷാഫിയെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫിയെ തെരുവിൽ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടത് അതിന് ഉദാഹരണമാണ് എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പോലീസിനെ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം എന്നും ശക്തമാണ്. പല ഘട്ടങ്ങളിലും അത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്, പൊതുസമൂഹം കണ്ടിട്ടുമുണ്ട്. ജനകീയ സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ മുൻപും ചർച്ചയായിട്ടുള്ളതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന സംഭവങ്ങൾ. ഒരു ജനപ്രതിനിധിയാണ് എന്ന് പോലും നോക്കാതെ ഷാഫിയെ ലാത്തിചാർജ് നടത്തുകയും അതുവഴി ഷാഫിയുടെ മൂക്കിന് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. CPM-ന്റെ രാഷ്ട്രീയ വൈരം തീർക്കാനാണ് പോലീസിനെ സർക്കാർ ഉപയോഗിക്കുന്നത് എന്ന ആക്ഷേപം കോൺഗ്രസ് ഏറെക്കാലമായി ഉന്നയിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ ഒരു MP ആണ്, നാടറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അത്തരം ഒരു ജനപ്രതിനിധിയെ പോലീസ് തിരിച്ചറിയാതെ തല്ലി എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്രമാത്രം വിശ്വാസ്യത ഉണ്ടാകുമെന്ന് കൂടി ന്യായീകരണം ചമയ്ക്കുന്നവർ ഓർക്കേണ്ടതല്ലേ എന്ന ചോദ്യം അവശേഷിക്കുന്നു. എങ്ങനെയാണ് ഷാഫി പറമ്പിൽ എന്ന MP-യെ പോലീസ് തിരിച്ചറിയാതെ പോയത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വവും ചോദിക്കുന്നത്. അപ്പോൾ ആളെ തിരിച്ചറിയാനിട്ടല്ല എന്നും മനഃപൂർവ്വം ഷാഫിയെ ലക്ഷ്യമിട്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ച് CPM നടത്തിയ ആക്രമണമാണ് ഇതെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ തല്ലിച്ചതയ്ക്കുന്നത് എത്രത്തോളം ആശാസ്യമാണ് എന്ന് പോലീസും അതിന് നേതൃത്വം നൽകുന്ന ഇടത് സർക്കാരും സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-ഉം മറുപടി പറയണം. നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ട് ആടി ഉലയുന്ന CPM അതിൽ നിന്ന് കരകയറാനും ശ്രദ്ധ തിരിക്കാനുമായി നടത്തുന്ന രാഷ്ട്രീയ പൊറോട്ട നാടകമായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം, മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED-യുടെ സമൻസ്, ഇത്യാദി വിഷയങ്ങളിലെല്ലാം സർക്കാരിനും CPM-നും കൈപൊള്ളിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ടും അതിൽ 474 ഗ്രാമോളം സ്വർണം ദ്വാരപാലക ശില്പത്തിലെ പാളിയിൽ നിന്ന് നഷ്ടമായി എന്നും കോടതി അംഗീകരിച്ചതോടെ CPM-നും LDF സർക്കാരിനും ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. അത് CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ ഡാമേജും ചെറുതൊന്നുമാകില്ല. മാത്രമല്ല CPM-നോ സർക്കാരിനോ ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഒരു പ്രതിരോധമോ ന്യായീകരണമോ നടത്താൻ പോലും സാധിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരവേ ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളുടെ രാഷ്ട്രീയ ശ്രദ്ധ തിരിക്കേണ്ടത് CPM-ന്റെ ആവശ്യവുമാണ്. അതുതന്നെയാണ് ഇന്നലത്തെ പേരാമ്പ്ര സംഭവം തെളിയിക്കുന്നതും. ഷാഫി പറമ്പിലിനെതിരെ CPM ആക്രമണങ്ങൾ നടത്തുന്നത് ഇതാദ്യമൊന്നുമല്ല. കഴിഞ്ഞ മാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന്റെ പേരിൽ ഷാഫിയെ DYFI നടുറോഡിൽ തടഞ്ഞതും കയ്യേറ്റം ചെയ്തതും. അന്ന് പോലീസ് ഇടപെട്ടാണ് ഷാഫിയെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയത്. പക്ഷേ ജനപ്രതിനിധിയായ ഷാഫിയെ തെരുവിൽ കയ്യേറ്റം ചെയ്തവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായതായി അറിവില്ല. കോഴിക്കോട് പേരാമ്പ്രയിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് UDSF പ്രകടനം നടത്തിയതും പോലീസ് കയ്യൂക്കുകൊണ്ട് പ്രകടനത്തെ നേരിട്ടതും. പോലീസ് നടത്തിയ ലാത്തിചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലുമാണ് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റത്. തലയ്ക്കും മൂക്കിനും പരിക്കേറ്റ ഷാഫി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. വെള്ളിയാഴ്ച പേരാമ്പ്രയിൽ UDF ഹർത്താലായിരുന്നു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ ശ്രമിച്ച UDF പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ VK പ്രമോദും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. വ്യാഴാഴ്ച പ്രവർത്തകർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF-ഉം VK പ്രമോദിനെതിരെയുള്ള കയ്യേറ്റ ശ്രമത്തിൽ പ്രതിഷേധിച്ച് CPM പേരാമ്പ്രയിൽ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. UDF പ്രകടനം പോലീസ് തടഞ്ഞു. ഇരുവിഭാഗവും ബസ് സ്റ്റാൻഡിൽ പോർവിളികളുമായി നിലയുറപ്പിച്ചതോടെ സംഘർഷമില്ലാതിരിക്കാനാണ് പോലീസ് തടഞ്ഞത് എന്നും, എന്നാൽ പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത UDF പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി. ഷാഫി പറമ്പിലിനെതിരായ അക്രമം സ്വർണ്ണപ്പാളി മോഷണത്തിലെ ജനശ്രദ്ധ തിരിക്കാനാണ് എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. CPM-ഉം പോലീസും ചേർന്ന് കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണ് എന്നും അതിനെ കോൺഗ്രസ് ശക്തമായി അപലപിക്കുന്നുവെന്നും സണ്ണി ജോസഫ് MLA കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. CPM-ന്റെ കൊട്ടേഷൻ പണിയാണ് ഇപ്പോൾ കേരള പോലീസിനെന്നും അദ്ദേഹം പറഞ്ഞു. ഷാഫി പറമ്പിൽ MP-ക്കെതിരെ നടന്നത് കൊടിയ അക്രമമാണ് എന്നും CPM-ഉം പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഷാഫിക്കെതിരായ ആക്രമണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു.
കോൺഗ്രസ് നേതാക്കളെ തെരുവിൽ ആക്രമിക്കുകയെന്ന ജനാധിപത്യ വിരുദ്ധതയ്ക്ക് CPM നേതൃത്വം നൽകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സകല സംവിധാനങ്ങളും അതിനെ കുടപിടിക്കുകയാണ് എന്നുമാണ് KCയുടെ ആരോപണം.